ഹലോ, വെൽക്കം ടു ഫിസിക്സ് വിത്ത് അൻശ്രീ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുലംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജസിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതില് രണ്ട് ചാർജസ് അടുത്തടുത്തിരുന്നാൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് കുലോംസ് ലോ ആണ്. ഈ കുലോംബ് എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് ആണ്, ശരിക്കും ഒരു ഫ്രഞ്ച് ഫിസിസ്റ്റ് ആണ്. പുള്ളിക്കാരനാണ് നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ സജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ പണി വെച്ചത് കേട്ടോ. അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ചാർജസ് ഉണ്ട്. ആ രണ്ട് ചാർജസിനെ ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തേക്കുന്നത്, Q1 ഉം Q2. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉണ്ട്, 1 കുലം 2 കുലം എന്ന് പറയുന്നതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. പ്ലസ് മൈനസ് ആണ് അതിന്റെ നേച്ചർ അല്ലെങ്കിൽ അതിന്റെ സൈൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r. നമ്മൾ മുമ്പ് അതായത് 11th നമ്മൾ ഗ്രാവിറ്റേഷൻ പഠിച്ചായിരുന്നു അല്ലെ. ഗ്രാവിറ്റേഷനിൽ നമ്മൾ രണ്ട് മാസ് എടുത്തായിരുന്നു, എനി ബോഡി ഓഫ് 2 different masses m1 m2. അത് നമുക്ക് ആ പണി തന്നതാരാ, ന്യൂട്ടൺ ആണ്. അപ്പൊ ന്യൂട്ടൺ ഇത് തന്നെയാണ് ചെയ്തത്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനില് രണ്ട് ബോഡി ഉണ്ട്, ആ രണ്ട് ബോഡി തമ്മിലുള്ള സെപ്പറേഷൻ ഉണ്ട് ബൈ ഡിസ്റ്റൻസ് r എന്ന് പറഞ്ഞു. ഈ രണ്ട് ബോഡി തമ്മിൽ എപ്പോഴും എന്തുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു, അട്രാക്ഷൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞല്ലേ. അതാ നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്നവരോടൊക്കെ ഇത്ര അട്രാക്ഷൻ, അല്ലാതൊന്നും നമ്മുടെ കുഴപ്പമില്ല. അതൊരു ലോ ഓഫ് നേച്ചർ ആണ് അല്ലെ, പരസ്പരം ഒരു അട്രാക്ഷൻ തോന്നുക. അപ്പൊ അതൊക്കെ പോട്ടെ. നമുക്ക് രണ്ട് ബോഡി ഉണ്ടെങ്കിൽ ആ രണ്ട് ബോഡിയിലെ മാസസ് ഉള്ള ബോഡി ആണെങ്കിൽ അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. നമ്മൾ അതിന്റെ ഒരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. എന്താണത്, ആ അട്രാക്ഷൻ എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്നും വിളിച്ചു, നമ്മൾ അതിനെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നും വിളിച്ചു. ഈ പേരൊക്കെ നമുക്ക് ഓർമ്മ വേണം കേട്ടോ. ഇതൊക്കെ വെറുതെ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടങ്ങ് മറക്കേണ്ട കാര്യമല്ല. ഇതിനെ എന്തൊക്കെ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഇതിനെ എടുത്ത് ഇതുപോലെ കുളമ്പ് കോപ്പി അടിച്ച് വെച്ചതാണ്. അങ്ങനൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു ഫിനോമിനനാണ് എന്താ, കുളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന 1, 2, 3 ചെറിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഗ്രാവിറ്റേഷൻ എപ്പോഴും അട്രാക്ഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയാണോ വരുന്നത്, അല്ല. നമ്മളുടെ ഒരു ചാർജ് പോസിറ്റീവും അടുത്ത ചാർജ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതേസമയം രണ്ട് ചാർജും പോസിറ്റീവും അല്ലെങ്കിൽ രണ്ട് ചാർജ് നെഗറ്റീവ് ആയാലോ നമ്മൾ കാണുന്നത് ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ്. ഇത് മാത്രമേ ഉള്ളൂ അതിന്റെ ട്വിസ്റ്റ്. അപ്പൊ നമുക്ക് ഒരു കോമൺ നെയിം ആയിട്ട് അതിനെ എന്ത് വിളിക്കാം, ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്, ഈ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ ദ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ്. നമ്മൾ സൈൻ ഒന്നും എടുക്കുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം. അതായത് 3 കുലമ്പും 4 കുലമ്പും ഉണ്ടെങ്കിൽ 3 into 4. നമ്മൾ ഡെഫിനേഷൻ എഴുതുമ്പോഴുണ്ടല്ലോ മറന്നു പോകുന്ന കാര്യമാണ്, പ്രോഡക്റ്റ് ഓഫ് എഴുതാൻ നമ്മൾ മറന്നു പോകും. പ്രോഡക്റ്റ് ഓഫ് എഴുതിയില്ലെങ്കിൽ പിന്നെ ഡെഫിനേഷൻ കറക്റ്റ് ആകുമോ, കറക്റ്റ് ആകത്തില്ല. അത് ഓർത്താണ് കേട്ടോ. അപ്പൊ F is proportional to the product of the charges Q1 and Q2, product of the magnitude of the charges, and it is inversely proportional to the square of the distance between them. അതായത് F proportional to 1/r². ആറാണ് അവർ തമ്മിലുള്ള ദൂരം. നോക്കിക്കേ, എവിടെയോ കണ്ട് പരിചയമില്ലേ, ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇവന്റെ ഒരു അനലോഗ് ആണ് ഇത് കേട്ടോ. ഇവൻ ഗ്രാവിറ്റേഷനിൽ വരുന്നെങ്കിൽ ഇവൻ എവിടെ വരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നു. വ്യത്യാസം എന്താന്ന് ഓർത്തു, ഗ്രാവിറ്റേഷനിൽ എപ്പോഴും അട്രാക്ഷൻ ആയിരിക്കും, പക്ഷെ ഇവിടെ വരുമ്പോൾ അട്രാക്ഷനും ആകാം റിപ്പൽഷനും ആകാം. അപ്പൊ ഇതുവരെ ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം, ഇതിന് രണ്ടും കൂടെ അങ്ങോട്ട് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, F proportional to Q1 Q2 by r². ഇനി നമുക്ക് എന്ത് വേണം, അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരണം അല്ലെ. നമ്മളിതിന് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഒരു ചെറിയ കെ, വലിയ കെ അല്ല, ചെറിയ കെ ഇൻറ്റു Q1 Q2 by r². ഈ ചെറിയ കെ എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ ചെറിയ കെ അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല. ഈ ചെറിയ കേക്ക് ഒരു വാല്യൂ ഉണ്ട്. ഈ ചെറിയ കേക്ക് നമ്മൾ വിളിക്കുന്ന വാല്യൂ ആണ് 1/4πε0. എന്തോന്ന്, എപ്സിലോൺ കേട്ടോ. ഈ പുള്ളിക്കാരനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്സിലോൺ. പിന്നെ നമ്മളൊരു നോട്ട് വരും. എന്താണ് ഈ എപ്സിലോൺ എന്ന് പറയുന്നത്? എപ്സിലോൺ എന്ന് പറയുന്നത് ഇസ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. എന്താണ് ഈ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാല്, പെർമിറ്റിവിറ്റി
ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പെർമിഷനാണ്. എന്തിനുള്ള പെർമിഷൻ? ഒരു സ്പേസിൽ എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിനെ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പറയുന്ന ഒരു പെർമിഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നു? അതിനൊരു റീസൺ ഉണ്ട്. ഈ കെ കയറി ചുമ്മാ അങ്ങോട്ട് 1/4πε0 എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഈ ചാർജസ് ഇരിക്കുന്ന മീഡിയം ഒരു ഫാക്ടറാണ്. കാരണം നമ്മൾ പണ്ട് 10ൽ ലൈറ്റിനെ കുറിച്ച് പഠിച്ചപ്പോഴുണ്ടല്ലോ, ഈ ലൈറ്റിന് നമ്മൾ സ്പീഡ് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിനം പഠിച്ച സമയത്ത് ഈ ലൈറ്റ് എയറിൽ നിന്ന് വെള്ളത്തിലോട്ട് പോകുമ്പോൾ സ്പീഡ് വേരി ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് ഓരോ മീഡിയത്തിലും ഓരോ രീതിയിലാണ് ഈ പുള്ളിക്കാരെ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. നമുക്കിപ്പോ പറയുമ്പം ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫോഴ്സും എന്നൊക്കെ പറയാം, പക്ഷെ ഇത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ്. അപ്പോ ഇത് ഇരിക്കുന്ന മീഡിയവും, പിന്നെ ഇവിടെ നോക്കിക്കേ, എഫും Q1 Q2 R ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ ഓരോ രീതിയാണ്. അതായത് ന്യൂട്ടൺ എന്ന് പറയുന്നത് SI-ലാണെങ്കിൽ CGS-ൽ അതാണോ? ഡൈനാണ്. അതുപോലെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്റർ എഴുതാം, സെന്റിമീറ്റർ എഴുതാം, മില്ലിമീറ്റർ എഴുതാം. അപ്പൊ ഓരോന്നിനും ഓരോ വാല്യൂ എടുക്കുമ്പോൾ അതനുസരിച്ചും എന്ത് മാറും? കെയുടെ വാല്യൂ മാറും. അപ്പൊ ഞാൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ എഴുതിയല്ലോ. ഇങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മീഡിയം എയർ അല്ലെങ്കിൽ വാക്യൂം. ഈ വാക്യൂത്തിന്റെ സ്പെല്ലിംഗ് ഉണ്ടല്ലോ, കണ്ട് നമ്മൾ മടുക്കുന്ന ഒരു കാര്യമാണ്. വാക്യൂത്തിന്റെ സ്പെല്ലിംഗ് VACUUM ആണ്, അല്ലാതെ VACCUUM അല്ലെങ്കിൽ VACCUM അല്ല. അത് ആദ്യം പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ മോശം. നമ്മൾ ഇത്രയും ഫിസിക്സ് പഠിച്ചിട്ട് വാക്യൂത്തിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ലെങ്കിൽ, വാക്യൂം എന്ന് പറഞ്ഞാൽ VACUUM പഠിച്ചോ? VACUUM. അതവിടെ പോട്ടെ. അപ്പോ നമ്മുടെ ഈ ചാർജസ് ഇരിക്കുന്നത് എയർ അല്ലെങ്കിൽ വാക്യൂം. എയർ അല്ലെങ്കിൽ വാക്യൂം എന്താ? അവരുടെ രണ്ടുപേരുടെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ച സമയത്തും ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. വളരെ ചെറിയ വ്യത്യാസമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് എയർ അല്ലെങ്കിൽ വാക്യൂം എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സിസ്റ്റം SI യൂണിറ്റ് ആണെങ്കിൽ, അങ്ങനാണെങ്കിലാണ് നമ്മൾ കെക്ക് എന്ത് വാല്യൂ കൊടുക്കുന്നത്? 1/4πε0 എന്ന വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ ഈ ε0 എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അപ്പോ നമ്മൾ ഈ എഫിന്റെ വാല്യൂ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എഫ് എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2/R². ഇതാണ് കുലംസ് ലോ നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ 1/4πε0 ഒക്കെ വാല്യൂ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. തൽക്കാലം കുലംസ് ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, അവരോട് പഠിക്കട്ടെ അല്ലേ. എന്നിട്ട് ബാക്കി ഇതിന്റെ ബാക്കി വാല്യൂസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.